ഇടുക്കിയിലാണ്. അവിടെ പന്നിയാറിലെ റേഷൻ കട തകർത്ത് മറ്റാരുമല്ല ചക്കക്കൊമ്പനാണ്. വെളുപ്പിന് 3 മണിയോടെ എത്തിയ ആന 2 ചാക്ക് അരിയും അകത്താക്കി. ഇത് 13ാം തവണയാണ് ആന ഈ റേഷൻ കട തകർക്കുന്നത്. നമുക്ക് ഈ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് കേൾക്കാം. വെളുപ്പകാലത്ത് 3 മണിയോടുകൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ചക്കക്കൊമ്പനാന്ന് തോന്നുന്നു. അത് വന്നിട്ട് ആ ബെൻസിന് പുറത്തുള്ള കൊടിമരം വളച്ച് ബെൻസിൻ്റെ പുറത്ത് ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് അകത്ത് കയറി വന്നിട്ടാണ് ഇത് ഈ ഭിത്തി പൊളിച്ച് അരിച്ചാക്കൊക്കെ എടുത്ത് പുറത്ത് വിതറിയിട്ടുണ്ട്. കുറേ കഴിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പണിത് മുറിയാണ്, കടമുറിയാണ്. അതിൻ്റെ ഭിത്തി മുഴുവൻ തകർന്നു പോയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ മടുത്തു സംഭവം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെതായ സാമ്പത്തികമായ നഷ്ടം എനിക്കും ഉണ്ടാകുന്നുണ്ട്. മാനസികമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനമായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പാടാണ്. നന്ദുഷിയുണ്ട്. നമുക്ക് അരിക്കൊമ്പൻ വന്ന് തകർത്ത അതേ റേഷൻ കടയാണോ നന്ദു ഇതും? ചെയ്തു, തീർച്ചയായും ഇതേ റേഷൻ കട കഴിഞ്ഞ 12 തവണ തകർക്കപ്പെട്ടിട്ടുണ്ട്. മുൻപ് അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകളാണ് ഇത്തരത്തിൽ 12 തവണ, ഇതും കൂടി കൂട്ടി 13 തവണ റേഷൻ കട തകർക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, വനത്തിനുള്ളിൽ ഭക്ഷണങ്ങളുടെ കുറവ് വരുന്നതോടെയാണ് കാട്ടാനകൾ ഈ പന്നിയാർ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക്, എസ്റ്റേറ്റ് മേഖലയിലേക്ക് കൂടുതലായി എത്തുന്നത്. ഇവിടെ റേഷൻ കട അരിയുടെ മണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റേഷൻ കട തകർക്കുന്ന ഒരു കാര്യത്തിലേക്ക് കാട്ടാനകൾ കടക്കാറുണ്ട്. എന്നാൽ ഈ അടുത്തിടെയാണ് ഈ ചുറ്റും ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് ഈ റേഷൻ കട പുതുക്കി പണിഞ്ഞത്. കൂടുതൽ കരുത്തോടെ അതിന്റെ ചുവരുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇനിയൊരു കാട്ടാന ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച മട്ടിലായിരുന്നു ഈ റേഷൻ കട നിർമ്മിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചുറ്റും ഫെൻസിങ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ അരിക്കൊമ്പൻ പോയതോടെ ഏതാണ്ട് ഭീതി ഒഴിഞ്ഞ ഈ റേഷൻ കട ഉടമയും പന്നിയാറിലെ മറ്റ് പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളും അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ ഈ റേഷൻ കടയ്ക്ക് തൊട്ട് അടുത്തുള്ള ഒരു കൊടിമരം ഈ ഫെൻസിങ് വേലിയിലേക്ക് ചരിച്ചിട്ട് ഈ ഫെൻസിങ് ആകെ നശിപ്പിച്ച ശേഷം ഈ റേഷൻ കടയുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്ന് ആ ചുവര് തകർത്ത് 2 ചാക്ക് അരി ഭക്ഷിച്ച അരി കൂടാതെ തന്നെ മറ്റു ചാക്കുള്ള അരി പൊട്ടിച്ച് അവിടെ വിതറിയിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഏതായാലും ഈ റേഷൻ കട ഉടമയുടെ പ്രതികരണത്തിൽ നാം മുമ്പ് കേട്ടതുപോലെ തന്നെ അവർക്ക് മടുത്തു എന്നാണ് പറയുന്നത്. കാര്യം 12-13 തവണയൊക്കെ റേഷൻ കട അറ്റകുറ്റപ്പണികൾ നടത്തി പുനഃസ്ഥാപിക്കുന്നു, വീണ്ടും തകർക്കപ്പെടുന്നു, വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വനം വകുപ്പ് അധികൃതർ ഇപ്പോൾ നിലവിൽ സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ആനകൾക്ക് തകർക്കാനാവാത്ത തരത്തിലുള്ള ഫെൻസിങ്ങുകളും അല്ലെങ്കിൽ ട്രഞ്ചുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് റേഷൻ കട വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വനപാലകരുടെ ഭാഗത്ത്